സമയം 6:15 രാവിലെയാണ് കേട്ടോ. രാവിലത്തെ ഒരു ബ്ലാക്ക് ടീ കുടിച്ചു ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ദിവസം ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മൾ റെഡിയായിട്ട് നിൽക്കണത് എന്തിനാണെന്നറിയോ? ഒരു ദിവസത്തെ ഒരു സ്റ്റേ. വെക്കേഷനൊക്കെ അല്ലേ, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അടിച്ചുപൊളി, ഒറ്റ മൈൻഡ്. നമ്മൾ മൊത്തം 4 ഫാമിലീസാണ്. ഇപ്പം 3 ഫാമിലീസ് ആയില്ലേ, ഇനി ഒരു ഫാമിലി ഉണ്ട്. അവർക്ക് വേറൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ റിസോർട്ടിലേക്ക് എത്തും. കാര്യം മനസ്സിലായല്ലോ, നമ്മൾ 4 ടീംസും കൂടെ ഒരു റിസോർട്ടിലേക്ക് പോകുന്നുണ്ട്. വരുന്ന വഴിക്ക് ഫുഡ് അടിച്ചിട്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് എത്തി. മറ്റേ ഫാമിലി വന്നിട്ടില്ല, അവർ വരാൻ ലേറ്റ് ആവും. നമ്മൾ റൂമിൻ്റെ കീ മേടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയിട്ടോ. സാധനങ്ങളൊക്കെ റൂമിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഭയങ്കര കാഴ്ചകളൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിള്ളേർക്ക് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ 3 ആളും അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അവർ വരെ ലേറ്റായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഫോൺ ഓണാക്കി വെച്ചിട്ട് നമ്മൾ കുറേ വീഡിയോസ് എടുത്തതാണ് ആ കണ്ട വീഡിയോസ്. നമ്മൾ സത്യം പറഞ്ഞാൽ ചേട്ടന്മാരും നമ്മുടെ മക്കളും എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ബോറടിച്ചിട്ടോ. ബോറടിച്ചപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. എൻ്റെ പുറകിൽ കൂടെ ഒരു വാതിലുണ്ട്, അതുവഴി ബീച്ചിലേക്ക് പോകാം എന്നാണ് അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്. അവർ പറഞ്ഞ വഴിയെ നമ്മൾ ബീച്ചിലേക്ക് നടന്നു. സമയം ഒരുപാടൊന്നും ആയിട്ടില്ല, ഒരു 2:30-3 മണി അത്രേ ആവത്തുള്ളൂ. നമുക്ക് എന്തിൻ്റെ കുഴപ്പമായിരുന്നെന്ന് എനിക്കറിയത്തില്ല. നമ്മളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് നടന്നു. സത്യം പറഞ്ഞാൽ നല്ല വൈബുള്ള സ്ഥലമായിരുന്നു. ആ ബീച്ചിലേക്ക് നടക്കുന്ന ആ ഒരു വഴിക്ക് നല്ല രസമുണ്ടായിരുന്നേ. കാണുന്ന പോലെയല്ല, ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. നടന്ന് പകുതി ആയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും തളർന്നു. നല്ല വെയിൽ അടിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും തളർന്നു. വെള്ളമൊന്നും ഇല്ല കയ്യിൽ. പിള്ളേരും ടയേർഡായി, നമ്മളും തളർന്നു. സത്യമായിട്ട് നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ മാത്രം എത്തിയത് എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് ഈ വെയിലത്ത് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എല്ലാവരും തിരിച്ചു പോയി. ഈ പട്ടി ചന്തയ്ക്ക് പോകുമെന്ന് പറയുന്നില്ലേ, അതേ അവസ്ഥ. പോയ അതേ സ്പീഡിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോയത്. അപ്പോഴേക്കും നമ്മൾ കാത്തിരുന്ന ടീംസ് എത്തി. എല്ലാവരും കൂടി ആയപ്പോൾ പിള്ളേർക്ക് നല്ല ഹാപ്പിയായി. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് കളിക്കാൻ കിട്ടുന്ന അവസരം വളരെ റെയറാണ്. അപ്പോൾ എല്ലാവരും കൂടെ കിട്ടിയപ്പോഴത്തേക്കും പിള്ളേർ നല്ല ചില്ലായി. നമ്മൾ ഓക്കെ, നമ്മൾ സെറ്റായി. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നല്ലോ. ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ വെയിറ്റിംഗ്. കാരണം ഇവരിവിടെ വന്നാലേ നമുക്ക് എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഇവർ വരാണ്ട് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അവർ വന്ന സന്തോഷത്തിൽ കുറച്ച് നേരം അവിടെ പിള്ളേർ പാർക്കിൽ അവിടെ കുറച്ച് കളിയും ബഹളമൊക്കെ ആയിട്ട് അവരവിടെ അങ്ങ് സെറ്റായി. പിന്നെ കുറച്ച് സമയം കൂടി നമ്മൾ അവിടേക്ക് ഇരുന്നിട്ട് ഇച്ചിരി വെയിലൊക്കെ ഒന്ന് താഴ്ന്നപ്പോഴത്തേക്കും ബീച്ചിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി. പിന്നെ ആ ബീച്ചിൽ എന്താണ് നടന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട്സ് ആയത്, നമ്മൾ 4 അമ്മമാരാണ് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട്സ് ആയത്. നമ്മുടെ 4 പേരുടെ മക്കൾ ഒരേ ക്ലാസ്സിലായിരുന്നു, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കണക്ഷനാണ് നമുക്കിടയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം. പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് പിന്നീട് അങ്ങോട്ട് അച്ഛന്മാരിലോട്ടുമായി. പിന്നെ നമ്മളതൊരു ഫാമിലി ഫ്രണ്ട്സായി മൊത്തത്തിൽ. ആ ഒരു വൈബിലോട്ടാണ് പിന്നെ ആയത്. പക്ഷേ ഈ ബീച്ചിലൊക്കെ ഉള്ള ഇവരുടെ ഈ അലിമ്പും ഈ ബഹളമൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യമായിട്ട് എനിക്ക് മാത്രമല്ല, നമുക്ക് 4 പേർക്കും ഒരുപോലെ തോന്നിയൊരു കേസാണ്. നമ്മൾ വഴി ഇവർ ഫ്രണ്ട്സ് ആയതാണോ അതോ അവർ വഴി നമ്മൾ ഫ്രണ്ട്സ് ആയതാണോ എന്ന് വരെ തോന്നിയത്. അത്രയ്ക്ക് വൈബായിരുന്നു നമ്മുടെ ചേട്ടന്മാർ. നാല് പേര് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. സത്യമായിട്ട് നമുക്ക് അസൂയായിപ്പോയി. നമുക്ക് അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അവരങ്ങ് മാക്സിമം എൻജോയ് ചെയ്യുക. സത്യമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസങ്ങൾ വളരെ റയറാണ്. സന്തോഷിച്ച ദിവസങ്ങളുണ്ട്, പക്ഷേ ഇതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആ ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നത് സത്യമായിട്ട് ഇവരിലൂടെയാണ്. നമ്മൾ 4 പേരുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇത്രയും സന്തോഷം ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ 4 പേരും ഒരേ മൈൻഡ് സെറ്റാണ്. നമ്മൾ 4 പേര് മാത്രമല്ല, നമ്മുടെ ഹസ്ബൻഡ്സും നമ്മുടെ മക്കൾസും എല്ലാം ഒറ്റ മൈൻഡായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിൽ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് സത്യം നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു, നല്ലപോലെ അടിച്ചു പൊളിച്ചു. ഞാൻ ബീച്ചിലൊന്നും ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഇല്ല. ഞാൻ കൂടുതലും ബീച്ചിൽ പോയിട്ട് കാല് നനച്ചിട്ട് കയറും. ഇത് മുങ്ങി കുളിച്ചോന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അങ്ങ് അർമാദിച്ച്. ഞാൻ ഒത്തിരി അങ്ങോട്ട് ലേറ്റാക്കാൻ നിന്നില്ല. കാരണം നമ്മൾ റിസോർട്ടിലേക്ക് പോയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാനുള്ളൊരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു. അത് പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. കാരണം ഈ ബീച്ചിലെ മണ്ണും മണലും ഒക്കെ ദേഹത്തുണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി കേട്ടോ. നമ്മൾ റൂമിൽ പോയി എല്ലാവരും ഫ്രഷായി. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഏറ്റവും കുഞ്ഞൻ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിരുന്നു.
കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കാൻ പോവാം എന്നുള്ളതായിരുന്നു. അത്യാവശ്യം രാത്രി ഡിന്നർ കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാൻ പോയതും ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ച അതേ ഹോട്ടലിൽ തന്നെയാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ റിസോർട്ടിലേക്ക് വന്നു. റിസോർട്ടിലേക്ക് വന്ന് കുട്ടികളൊക്കെ കുറച്ച് നേരം കളിച്ചു. അവർ നല്ല ടയേർഡായിരുന്നു. കാരണം രാവിലെ തൊട്ട് ഈ കളിയും ബഹളമായിട്ടൊക്കെ നടക്കുമല്ലേ. അങ്ങനെ കുട്ടികളൊക്കെ നല്ല ടയേർഡായിരുന്നു. അവർ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. കൊണ്ട് കിടത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങി. നമ്മളിവരെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് പിന്നെ നമ്മളങ്ങോട്ട് കാര്യം പറയലായിരുന്നു. ആ റിസോർട്ടിൽ നമ്മുടെ അടുത്തൊക്കെ റൂം ഉണ്ടായിരുന്നവർ ഉറങ്ങിയോ എന്ന് എനിക്കറിയത്തില്ല. ഒരു 3-3:30 വരെ നമ്മൾ ഈ കാര്യം പറച്ചിൽ തന്നെ ആയിരുന്നു. എന്താണ് കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതൊരു ദിവസത്തെ വിശേഷമാണ്. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.